ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ അടിച്ച അബായ ഗൗണിൻ്റെ ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങാണ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഇന്നലെ കോളർ വെക്കൽ കഴിഞ്ഞു. ഇനി ഇത് ജോയിൻ ചെയ്യണം, ഈ രണ്ട് വശവും ജോയിൻ ചെയ്യണം. അപ്പോൾ എന്താ വേണ്ടത്? നമ്മൾ ബട്ടൺസ് ഉണ്ടെങ്കിൽ ഇവിടെ ബട്ടൺസ് വെച്ചാൽ മതി. ഇവിടെ ഓരോ അടി വരെ ബട്ടൺസ് വെച്ചാൽ മതി. ഞാനിവിടെ ബട്ടൺസ് വെക്കുന്നില്ല. ബട്ടൺസ് വെച്ചാൽ നമുക്ക് ബട്ടൺസ് ഇവിടെ തുന്നി കൊടുത്തുകൊണ്ട് ഓരോരോ ഒരു ബട്ടൺസ് ഇവിടെ വെച്ച് വെക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ നാലാമത്തേൽ ഒരു ബട്ടൺസ്, അങ്ങനെ നാല് ഇഞ്ച് വരെ വിട്ടുക. ഓരോ ബട്ടൺസ് അടിയിൽ നിന്ന് ഒരു 6 ഇഞ്ച് വിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം വരെ ബട്ടൺസ് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ 10 ഇഞ്ച് വരെ ആയാലും മതി, അടിയിൽ എത്രത്തോളം ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ. ഞാനിവിടെ ബട്ടൺസ് കൊടുക്കാതെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഇവിടെ കൂട്ടിയടിക്കുകയാണ്. ഇത് കൂട്ടിയടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെ അടിക്കണമെന്ന്, ഇവിടെ ഒരു ബട്ടൺസ് വെക്കാനുള്ള സ്ഥലം ഞാൻ ഇവിടെ വെച്ചിരുന്നു. ഒരു ബട്ടൺസ് ഇവിടെ വെച്ച് വെക്കും, ഒരു ബട്ടൺസ് ഇവിടെ വെച്ച് വെക്കും. ബാക്കിയൊക്കെ ഞാൻ അടിച്ചന് ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് 2 ഇഞ്ച് വിട്ടതിന് ശേഷം ഒക്കെ നന്നായിട്ട് കൂട്ടി അടിച്ചിട്ട് ഈ അടിഭാഗത്തിൻ്റെ നമ്മൾ വലതുവശത്തെ പീസ് മുകൾക്കാക്കി വെക്കുക ഇതിൻ്റെ കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുവരെ അടിക്കും. താഴെന്ന് 1 ഇഞ്ച് അടിഭാഗം മടക്കിയെടുക്കാനും വേണം. അപ്പോൾ നമ്മൾ 10 ഇഞ്ച്. അപ്പോൾ ഈ ഓപ്പൺ ഇതിലാറ് വേണമെന്നുണ്ടോ, അതിന് കുറച്ച് മുകൾക്കായാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് പോയി മടക്കിയെടുക്കാനുള്ള. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇവിടുന്ന് 1 ഇഞ്ചിന് ശേഷം അവിടുന്ന് വളർന്നാൽ മതി. 1 ഇഞ്ചിൻ്റെ മുകളിൽ 1 ഇഞ്ച് ഒഴിച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ 10 അളന്നാൽ മതി. അങ്ങനെ നമുക്ക് പയക്കൂല. അപ്പോൾ നമുക്കിനി അത് അടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, മറിച്ചിടണം. മറക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏത് ഭാഗമാണ് മുകൾക്ക് വരിക എന്നുള്ളത്. അങ്ങനെ നമ്മളത് മറിച്ചിട്ടാ. ഇനി എന്ത് വേണമെന്നാൽ നമ്മൾ ഈ 1 ഇഞ്ച് വീതിയിൽ മടക്കിയ തുണിയില്ലേ, അതിൻ്റെ മുകൾക്ക് ഇത് വെച്ച് കൊടുക്കുക. ഈ നമ്മളിവിടെ 3 ഇഞ്ച് നമ്മൾ ഇത് എക്സ്ട്രാ ഇട്ടാൽ കുടുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മളിവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഈ ഭാഗത്ത് കൂടെ കേട്ടോ ഇതിങ്ങനെ വെച്ചെങ്കിൽ നമുക്ക് പിന്നെ പുറത്തുനിന്ന് ചെറിയൊരു പൊളിയായിട്ട് ഇങ്ങനെ ഒരു വൃത്തി ഉണ്ടായി കിട്ടുള്ളൂ. മറ്റേ നമ്മൾ കൂട്ടി അടിഞ്ഞ മാറ്റി കേട്ടോ, കൂടിക്കണം മാറ്റില്ല. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മളിവിടെ നിർത്തിട്ടോ. അങ്ങനെ നമ്മൾ ഈ അടയാളിട്ട് വെച്ച ഓപ്പണിന് അടയാളിട്ട് അതുവരെ കഴിഞ്ഞ് അടിച്ച് നമ്മൾ നിർത്തിട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു തുണി ഇങ്ങനെ നമുക്ക് കുടുക്ക് വെക്കാൻ പറ്റുമല്ലോ വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. ഇതാ അങ്ങനെ നിൽക്കും. അങ്ങനെ നമ്മൾ മുന്നിലെ ഫ്രണ്ട് ഓപ്പണ് 2 തുണി അടിച്ചു. ഇനി നമുക്ക് കൈ വെക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നല്ല വശം മുകൾക്ക് വെക്കുക. എന്നിട്ട് കൈയിൻ്റെ നമ്മൾ കയ്യിൽ നിന്ന് വെട്ടി വെച്ച കഷ്ണം തുണിയില്ലേ, അതിൻ്റെ ഇവിടെ ഒരു നടു ഒപ്പം മടക്കി പിടിച്ചിട്ട് ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഈ തുണി നല്ല വശം വെച്ച് ഈ കയ്യിൻ്റെ തുണി നല്ല വശം വെക്കുക. പിന്നെ നമ്മളിവിടെ കട്ട് ചെയ്തില്ലേ, ഈ കട്ട് ചെയ്ത തുണി നമ്മൾ ഷോൾഡർ മൂട്ടിയ അവിടെ വെക്കുക. ഷോൾഡർ മൂടി അപ്പോൾ ഒപ്പാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് അടിക്കലോ കൈ. നമുക്ക് തുണി തിരിഞ്ഞു പോകില്ല. അതിന് നമ്മൾ അവിടെ മറ്റേത് തലക്കം തുടങ്ങിയ ബുദ്ധിമുട്ടാവും തുടക്കക്കാർക്കൊക്കെ.
ഇനി നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് കൊണ്ടുവരാടി. ഈ അടിച്ച ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ തിരിച്ച് കൊണ്ടുവരാം. അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അടിഭാഗത്ത് തുണി കുടുങ്ങുകൊണ്ടോന്നിട്ടാണ്. ഇനി നമ്മൾ തുടങ്ങിയത് ഈ ഷോൾഡറിൻ്റെ കൈയിൻ്റെ നടുഭാഗത്ത് നില തുടങ്ങിയത്, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇനി തുടങ്ങട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒന്നും കൂടി തിരിച്ച് അടിച്ച നടുഭാഗം വരെ ഒന്നും കൂടി അടിക്കട്ടോ. അങ്ങനെ നമ്മൾ ഒരു കൈയിൻ്റെ ഇതടിച്ചു. ഇനി അതുപോലെ തന്നെ മറ്റേ കൈയും അടിക്കുക. അങ്ങനെ നമുക്ക് മറ്റേ കൈയും അടിക്കട്ടോ. നമ്മളിവിടെ ചെറിയ നടുവിൽ കട്ട് ചെയ്തില്ലേ, സെൻറ്റർ ഭാഗം പിടിച്ച്, അപ്പോൾ ആ കട്ട് ചെയ്തത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ തന്നെ വെക്കുക. എന്നിട്ട് മറ്റേത് അടിച്ച പോലെ തന്നെ തുമ്പിട്ട് തന്നെ അടിച്ചിട്ടോ, നല്ല തുമ്പിട്ട് കാണാൻ അടിച്ച്. അങ്ങനെ രണ്ട് കൈയും നമ്മൾ പിന്നെ ഷോൾഡറിമേ യോജിപ്പിച്ചിട്ടോ. ഇനി നമുക്ക് കൂട്ടി അടിക്കുന്നതിന് മുന്നേ നമുക്ക് കയ്യിന് നമ്മുടെ പട്ടയാണ് വെക്കുന്നത്. ഇലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ടല്ല, ഇലാസ്റ്റിക് വെക്കേണ്ട രീതിയാണ് നമ്മൾ പട്ട വെക്കുന്നത്. ഇനി പട്ട വെക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്നാ, കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം കൈ തുമ്പിനിട്ടോ. അങ്ങനെ നമ്മൾ ഇനി ഇത് അടിക്കട്ടോ, നെറി വെച്ച് അടിക്കുക. ഈ ചോക്കട്ട അടയാളം വെച്ച് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് നെറി വെക്കുക. ചെറിയ നെറിയ ചെയ്യാൻ അങ്ങനെ വെക്കാം, വലിയ നെറിയ ചെയ്യാൻ അങ്ങനെ വെക്കാം. ഇനി നമ്മൾ കൈയിൻ്റെ ഈ അടിഭാഗം നമ്മൾ അളവെടുത്തുകാണ്ട് ഈ നെറി വരുന്ന ഭാഗം എത്ര ഉണ്ട് നോക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇഞ്ചുള്ളൂ. ഇനി നമുക്ക് ഇതിമ പട്ട വെക്കണം കേട്ടോ. പട്ട വെക്കാൻ ഞാൻ ഇതിൻ്റെ ഒപ്പം വെക്കുക. ഇതിൻ്റെ ഒപ്പം വെച്ച് അളന്ന് നോക്കുക. അളന്ന് നോക്കിയിട്ട് ഇതിൽ കൂടെ 2 ഇഞ്ചും കൂടി എടുക്കുക. ഇതിപ്പോൾ ഇവിടെ 1.5 ഇഞ്ചുണ്ട്. ഈ അയരി കൂടെ നമുക്ക് 2 ഇഞ്ച് തഴുത്തുമ്പോൾ കൂട്ടാം. 8.5 9.5 കേട്ടോ. ഒമ്പതരൻ്റെ ഈ 9.5 ഈ ഒരു പീസ് എടുത്തിട്ട് പിന്നെ പട്ടൻ്റെ വീതി ഓരോരുത്തർക്കും ഓരോ വീതിക്കനുസരിച്ചിട്ടോ. ഞാൻ 4 ഇഞ്ച് എടുത്തക്കണം. അതിൽ 1/2 ഇഞ്ച് 2 ഭാഗത്തും തഴുത്തുമ്പിന് പോയാൽ എത്ര ഉണ്ടാവും? 3 ഇഞ്ച്. 1 ഇഞ്ച് പോയാൽ 2 ഇഞ്ച് വീതി ഉണ്ടാവുമല്ലോ. അത്ര വീതി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 4 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തക്കണു. നമ്മളെ കയ്യിൻ്റെ വണ്ണം നോക്കിയിട്ട് ആ വണ്ണത്തിനനുസരിച്ചുള്ള നീളത്തിൽ കൂടെ 2 ഇഞ്ച് തഴുത്തുമ്പും കൂട്ടുക. എന്നിട്ട് വീതി 4 ഇഞ്ച് എടുത്തു. നമുക്ക് 2 ഭാഗത്തേക്കും തഴുത്തുമ്പും ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ എന്താ ചെയ്യണേ, ഈ ഒരു പട്ടതാ ഇത് ഒരു ഭാഗത്ത് മാത്രമാണ് 1 ഇഞ്ച് മടക്കി, അല്ല 1/4 ഇഞ്ച് മടക്കി എടുക്കും. അപ്പോൾ നമ്മൾ ഈ പീസിൻ്റെ ഒരു ഭാഷ നമ്മൾ മടക്കി അടിച്ചു, ഒരു മടക്കടിച്ചു. ഇനി എന്ത് വേണമെന്നാ,
ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശം ഒപ്പം വെക്കുക. എന്നിട്ട് നമ്മൾ അടിച്ച നെറി ഉള്ളിൽ പെടണം. അല്ലെങ്കിൽ നെറി അടിച്ച സ്റ്റിച്ച് നമ്മൾ കാണും കേട്ടോ, പുറത്തേക്ക് കാണും. അങ്ങനെ ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഇത് ഇങ്ങോട്ട് തന്നെ മടക്കുക. ചീത്ത വശത്തേക്ക് മടക്കിയിട്ട് നമ്മൾ നെറിയുടെ ചീത്ത വശം അങ്ങനെ നമ്മൾ ആദ്യം അടിച്ച എഴുതുമ്പോൾ ഇങ്ങനെ വെക്കുക. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇത് അടിക്കുക. വേണ്ട, ഇങ്ങനെ ആയി നമുക്ക് പട്ട ആയും ചെയ്തു. ഇനി നമുക്കത് ഈ കൈ മൂട്ടിയെടുക്കുന്നത് കാണാം കേട്ടോ. കൂട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം. നമുക്കിവിടെ ഇത് വെക്കുന്നവർക്ക് വെക്കാം, ഉക്ക് വെക്കുന്നവർക്ക് വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ഉള്ളിലോട്ട് മടക്കി അടിച്ചു. ഇപ്പോൾ നമുക്കൊരു കപ്പിൻ്റെ അത് കിട്ടിയില്ലേ, കയ്യിലുള്ള കപ്പ്. ഇനി നമ്മൾ കൈ കൂട്ടി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഈ കപ്പിൻ്റെ ഇവിടെയൊക്കെ പിന്നെ ക്യാൻവാസ് വെച്ചാൽ കട്ടി ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ അടിക്കുന്നത് മനസ്സിലാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. എൻ്റെ കയ്യിൽ തുണി ഉണ്ടായപ്പോൾ ഇനി നമ്മൾ കൈക്കുഴി എത്തുമ്പോൾ ഒപ്പം വെക്കുക. എന്നിട്ട് തായോട്ട് അടിക്കുക. ഞാൻ ഒരു കയ്യെ പഠിച്ചിട്ടുള്ളൂ, തായോട്ട് അടിക്കുന്നത് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ അങ്ങനെ രണ്ട് കൈയും അടിച്ചു, രണ്ട് സൈഡും കൂട്ടി അടിച്ചു. ഇനി എന്താ വേണ്ടി, നമ്മൾ അടിഭാഗം മടക്കി അടിച്ചിട്ടില്ലല്ലോ, അതിന് അത് അടിഭാഗം മടക്കി അടിച്ചിട്ടാ. ഇനി നമ്മൾ ഈ ഓപ്പണായിട്ടിരിക്കണില്ലേ ഭാഗം, അതിമത്തെ ഒരു ഓപ്പണില്ലേ, അവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. എന്നിട്ട് നല്ല വശത്തു നിന്ന് ചീത്ത വശത്തേക്ക് 1/4 ഇഞ്ച് മടക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് കൂടി മടക്കുക. അങ്ങനെ നമ്മളെ അബായ ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി ബട്ടൺസ് വെക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല.
അപ്പോൾ നമ്മളെ അടി മടക്കി അടിച്ചു കഴിഞ്ഞു എല്ലാ ഭാഗത്തുനിന്നും. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ഉള്ള ഭാഗത്തു നിന്നാണ് അടി മടക്കി അടിച്ച് തുടങ്ങി അതുവരേക്കും അപ്പുറത്തെ മടക്കി ഓപ്പണിൻ്റെ അവിടുന്ന് അടിച്ചു. അതുപോലെ തന്നെ കൈ ഇതാ എല്ലാവരും കണ്ടില്ല, കൈ നമുക്ക് ക്യാൻവാസ് വെച്ച് കണ്ട് കടിക്കാം. ഞാനിപ്പോൾ വെറും ഇങ്ങനെ ചെറിയൊരു പട്ട പോലെ അടിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. താങ്ക് യു.